ആരാണ് സഖാവിൻ്റെ പൊളിറ്റിക്കൽ ഗുരു? അക്കാലത്ത് സ്കൂളുകളിൽ ഹരിജനങ്ങളെ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നില്ല. അവരെ പ്രബോധിപ്പിക്കുകയും പഠിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് സവർണരിരിക്കുന്ന അതേ ബെഞ്ചിൽ ഒപ്പം ഇരിക്കാനുള്ള അവസരം ഒരുക്കിയത് ഗോപാലേട്ടനായിരുന്നു. അതായത് ശാരദയുടെ അമ്മാവൻ. അദ്ദേഹമാണ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുമായി നേരിട്ട് സംസാരിക്കാം. ഭരണശ്ശേരിയിലെ മ്യൂസിയത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് സൗകര്യമൊരുക്കിയത്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ ഫോണിൻ പരിപാടിയും സംപ്രേഷണം ചെയ്യും. മൺമറഞ്ഞ നേതാക്കളുടെ സിലിക്കോണിൽ നിർമ്മിച്ച പ്രതിമകളും മ്യൂസിയത്തിലുണ്ട്. പഴയകാല പോരാട്ടങ്ങളുടെ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിക്കും. നായനാരുടെ ഓർമ്മ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. നാടംഗീകരിക്കുന്ന ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടാണ് സഖാവ് നായനാരെ അറിയപ്പെടുന്നത്. ഇവിടെ നായനാർ സ്മൃതി വളരെ ശക്തിയായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അക്കാദമിയിൽ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. നായനാർ ഉപയോഗിച്ച പേന, കണ്ണട എന്നിവയും മ്യൂസിയത്തിലുണ്ട്. പാസ് മുഖേനയാണ് പ്രവേശനം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.